എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്ക് വീണു പരിക്കേറ്റ സംഭവത്തിന് ആ വീഴ്ചയ്ക്ക് കാരണമാരാണ്? ഗുരുതരമായിട്ട് സംഘാടകർക്ക് ഗുരുതരമായ പിഴവ് പറ്റി എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിന്റെ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഉമാ തോമസിന്റെ ആരോഗ്യനില അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്ന് CT സ്കാൻ റിപ്പോർട്ടുമുണ്ട്. ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമാണെങ്കിലും ശ്വാസകോശത്തിനേറ്റ പരിക്ക് വെല്ലുവിളിയാണ്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൂടി കണക്കിലെടുത്ത് വെന്റിലേറ്ററിൽ തന്നെ തുടരാനാണ് തീരുമാനം. നമുക്കിപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ. ഒരു 200 ml താഴെ ഉള്ളൂ. 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്. കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് ഉമാ തോമസിന്റെ വീഴ്ചയ്ക്ക്, അവർ അപകടത്തിന് കാരണമെന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. മൈതാനത്ത് നിന്ന് കൈവരികളില്ലാത്ത സ്റ്റേജിൽ കയറി കസേരയിലിരുന്ന MLA അതിഥികളെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു 15 അടി താഴ്ചയിലേക്ക് വീണത്. സംഘാടകർക്ക് വലിയ പിഴവ് പറ്റിയെന്ന് GCD അധികൃതരും വ്യക്തമാക്കുന്നു. നമ്മൾ സേഫ്റ്റി സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്തവർ, കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അത് അവർ വേണ്ടത്ര ചെയ്തു എന്നുള്ളത് ഇല്ല. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ പരിശോധിച്ചിട്ട് വേണം. അത് പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ്. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട പരിപാടിയുടെ സംഘാടകർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരുന്നുണ്ട്. കോടികൾ പിരിച്ചിട്ട് മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്ന് ആരോപിച്ച് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവ് രംഗത്ത് വന്നു. എൻ്റെ മകള് മൃദംഗനാഥം പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. എനിക്ക് വ്യക്തിപരമായി സ്റ്റേഡിയവും പരിസരവും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ മകളെ വിട്ടത്. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പൊ പേരന്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ, കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകളെ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. വയനാട് കേന്ദ്രീകരിച്ചുള്ള മൃദംഗ വിഷനായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, ആശ്വാസകരമായിട്ടുള്ള കാര്യം ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെയും വലിയ ആക്ഷേപം ഉയരുന്നത് ഈ സംഘാടകർക്കെതിരെയാണ്. ഇത്രയധികം കോടികൾ പിരിച്ചു, പക്ഷേ വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന് പറയുന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒന്നും സംഭവിക്കാതിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വീഴ്ച വരുത്തിയത് ആരാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ സംഘാടകരും അതോടൊപ്പം ഇതിന്റെ GCD അധികൃതരും ഒക്കെ നൽകുന്ന വിശദീകരണം എന്താണ്? പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റോ നടപടി ഉണ്ടാകുമോ ഡാനി? ടോമി, കാര്യത്തിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ ആശുപത്രി നൽകുന്ന ഒരു വിശദീകരണം, അപകടനില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചികിത്സകളും കാര്യങ്ങളും ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ ശ്വാസകോശത്തിനേറ്റ പരുക്ക് അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ള ചികിത്സകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ്. അത് കുറച്ച് ദിവസം കൂടി
തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ 11 മണിക്കുണ്ടായിരുന്നു. ഇതിനുശേഷം ഇനി അതുമായി ബന്ധപ്പെട്ട മറ്ററിയിപ്പുകൾ ഉണ്ടാകില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. നാളെയോടുകൂടിയേ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അറിയിപ്പ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്തായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന തുടക്കത്തിലുള്ള സ്ഥിതിയിൽ നിന്ന് ഒരല്പം ഭേദം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. എങ്കിലും പൂർണ്ണമായും അത് തരണം ചെയ്തിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ടോമിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിൽ പറയുന്നത്. കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണമോ അല്ലെങ്കിൽ അത് ഉറപ്പാക്കേണ്ട ഇത്തരം കാര്യങ്ങൾ സുരക്ഷ ഉറപ്പാക്കേണ്ട ഇടങ്ങളിൽ നിന്ന് യാതൊരു രീതിയിലുള്ള പരിശോധനകളോ ഇതിലുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാകുന്നത്. നമ്മളുള്ളത് ഇന്നലെ ഈ പരിപാടി നടന്ന കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ്. എനിക്ക് ഈ ഭാഗത്ത് കാണുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേജ് കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസിൻ്റെ അടക്കമുള്ളൊരു പരിശോധനകൾ ഇവിടെ തുടരുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടരുന്നു. ഇന്നലെ മുതൽ ഈ രീതിയിലുള്ളൊരു പരിശോധന ഇതിന് ശേഷം തുടരുന്നുണ്ട്. പോലീസ് ഇവരെ നിർദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റേജ് തങ്ങൾ പറയാതെ ഇനി അഴിക്കരുത് ഇവിടെ നിന്ന്, കാരണം കൃത്യമായ പരിശോധനകളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് ടോം ഇതിൽ കാണാമെന്ന് കരുതുന്നു. കാരണം ഈ കസേരകൾക്ക് മുകളിൽ സാധാരണയുള്ള കസേരകൾക്ക് മുകളിൽ തട്ടടിച്ചുകൊണ്ടാണ് ഈ സ്റ്റേജ് നിർമ്മാണം അത് പൂർണ്ണമായും നടത്തിയിരുന്നത്. സാധാരണ ഈ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഈ കസേരകൾക്കും മുകളിലായി ആളെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ഉറപ്പുള്ള ഇരുമ്പ് ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡിന് മുകളിൽ വരുന്ന രീതിയിലായിരുന്നു സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. അതായത് കൃത്യമായും ആ ബാരിക്കേഡ് താങ്ങി നിർത്തുന്ന രീതിയിൽ അത് അടഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു സ്റ്റേജ് നിർമ്മാണം നടത്തിയിരുന്നത്. പിന്നീട് ഒരാൾക്ക് അവിടെ നിന്നാൽ തെന്നി താഴേക്ക് വീഴുന്ന അവസ്ഥ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെയുള്ളത് ഈ പ്ലെയേഴ്സ് എൻട്രി ഭാഗമാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് ഇന്നലെ ഉമാ തോമസ് ഇവിടെ താഴേക്ക് വീണത്. അവരുടെ ചെരുപ്പും അടക്കം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഈ കോൺക്രീറ്റ് ഭാഗമാണിത്. പ്ലെയേഴ്സ് ഗാലറി, പ്ലെയേഴ്സ് എൻട്രി ആണിത്. വേണ്ടി വന്നാൽ ആംബുലൻസ് അടക്കം ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനത്തിൽ അങ്ങനെ ഒരു റാമ്പ് എല്ലാം സൃഷ്ടിച്ച് ഉള്ളൊരു ഭാഗമാണിത്. പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തതാണ്. ഇവിടെയാണ് അവർ നിലം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റിലേക്ക് വീണത് കൊണ്ട് തന്നെയാണ് പരിക്ക് അതിൻ്റെ ഒരു സ്വഭാവം ഗുരുതരമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ടോം ആദ്യം ചോദിച്ചതുപോലെ ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്നത് ഈ രീതിയിൽ ഒരു ക്രമീകരണം മാത്രമാണ്. നമ്മൾ സാധാരണ ക്യൂ മാനേജർ എന്നെല്ലാം തന്നെ പറയുന്ന ഈ വസ്തുണ്ട്. ഇത് സാധാരണ നമ്മൾ വല്ല ഹോട്ടലിലേക്ക് കടന്നു ചെല്ലുമ്പോഴെല്ലാം തന്നെ കാണുന്നൊരു കാര്യമാണ്. ഇതാണ് തൊട്ട് ഫ്രണ്ടിലായി ഉണ്ടായിരുന്നത്. സോ ഇവരെ തെന്നി വീഴുമ്പോൾ അവർ സ്വാഭാവികമായും നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കൈ പോകുന്നത് പതിവാണ്. പക്ഷെ അത് താങ്ങി നിർത്താനുള്ള ഒരു കാര്യമോ ഒന്നും തന്നെ ഇതിന് ബലമില്ല. അതുകൂടി ഇവർക്ക് മുകളിലേക്ക് പതുക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ അത്തരമൊരു സംവിധാനങ്ങൾ, ബാരിക്കേഡുകൾ ഒരുക്കേണ്ടതാണ്. അത്തരമൊരു കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒപ്പം മറ്റൊന്ന്, ഇന്നലെ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഉമാ തോമസിനെ ഇവിടെ നിന്ന് ആളുകൾ താങ്ങിയെടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു സ്ട്രക്ചർ പോലും അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആംബുലൻസ് പുറത്തുണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ മറ്റൊരു സംവിധാനങ്ങളും ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വാരിയലുകൾ 3 എണ്ണം തകർന്ന ഒരു വ്യക്തിയാണ് ആ രീതിയിലേക്ക് വാരിക്കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കമുണ്ടായിരുന്നത്. പരിക്ക് ഗുരുതര സ്വഭാവത്തിലുമുള്ളതായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച, സുരക്ഷാ വീഴ്ച എല്ലാ കാര്യങ്ങളിലും തന്നെയുണ്ട്. അതൊന്നും ഉറപ്പുവരുത്താനോ പരിശോധിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. നമുക്കിടയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതൊരു ഓഡിറ്റിങ്ങിനെല്ലാം തന്നെ വിധേയമാക്കുക. ഇപ്പോൾ മാത്രമാണ് ഇതെല്ലാം വേണ്ടതല്ലേ എന്നൊരു പൊതുചിന്തയെങ്കിലും കടന്നു വരിക. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തിയ ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ട് പറയുന്നത് 2 മീറ്ററിനധികം ഉയരമുള്ള ഒരു വേദിയാണെങ്കിൽ നിശ്ചയമായും അവിടെ ബാരിക്കേഡുകൾ വേണ്ടതാണ്. അതാണ് സുരക്ഷാ മാനദണ്ഡവും പ്രോട്ടോക്കോളും എല്ലാം അതാണ്. പക്ഷേ ഇത് നോക്കുക, അത് ഏതാണ്ട് 15 അടിയോളം ഉയരത്തിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇവിടെ യാതൊരു രീതിയിലുള്ള ബാരിക്കേഡോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത്. മറ്റൊന്ന്, ഇത് അത്തരം കാര്യങ്ങളിൽ ഇത് ആവർത്തിച്ച് സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമുണ്ട്. അക്കാര്യത്തിലും ഒരു ഇടപെടലും ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. മറ്റൊന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ സംഘാടകർ മൃദംഗ വിഷൻ എന്ന് പറയുന്നവർ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവർ ഇതിന് കരാർ നൽകിയിട്ടുള്ള ഓസ്കാർ ഇവൻറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് കരാർ നൽകിയിരിക്കുന്നു. അതിലെ ഒരു ജീവനക്കാരനെ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരികയാണ്, വിശദാംശങ്ങൾ ചോദ്യം ചെയ്ത് വരിക. കാരണം അവർക്കായിരുന്നു സ്റ്റേജ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ക്രമീകരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ മൃദംഗ വിഷൻ ഈ കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തിയ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷൻ അത് വയനാട്
കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥാപനമാണ്. ഇവർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് ഇതിന്റെ അധികൃതരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. ഈ മൃദംഗ വിഷന്റെ ഈ സംഘാടകരുടെ ആസ്ഥാനമുള്ള സ്ഥലത്ത്, ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അനീഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു സ്വഭാവം എന്താണ്? ഈ സ്ഥാപനത്തിന്റെ ഇതിനു മുൻപ് ഇതുപോലുള്ള വലിയ ഇവന്റുകൾ സംഘടിപ്പിച്ച് പരിചയമുള്ളവരാണോ? ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ അനീഷ്? ടോമോ, ഞാനിപ്പോൾ കൽപ്പറ്റ മേപ്പാടി പാതയിലാണ് നിൽക്കുന്നത്. അതിന്റെ സമീപത്ത് തന്നെയുള്ള ജ്യോതിസ് കോംപ്ലക്സ്, ഇവരുടെ ഈ GCDAയിൽ സ്റ്റേഡിയം അനുവദിക്കുന്നതിനായി കൊടുത്ത അപേക്ഷയിൽ പറയുന്ന വിലാസമാണ് മേപ്പാടി ജ്യോതിസ് കോംപ്ലക്സ്. ജ്യോതിസ് കോംപ്ലക്സിന് സമീപം പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ് എന്നാണ് അവർ വിലാസത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഓഫീസിലേക്ക് തന്നെ പോകാം. ഇതാണ് ആ കോംപ്ലക്സിന്റെ മുൻഭാഗം. അതിന്റെ ഒരു വശത്തുകൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമുക്ക് പോകുന്നത്. മുൻവശത്തുള്ള ഓഫീസുകൾ അല്ലെങ്കിൽ മറ്റു കടമുറികളൊക്കെ അവിടെ ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ 12,000-ലധികം ആളുകളെ, കുട്ടികളടക്കമുള്ളവരെ അണിനിരത്തി ഈ ഭരതനാട്യത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡ് പ്രകടനം ചെയ്യിച്ച മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ ഓഫീസിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ നിന്നും വലിയ തോതിലുള്ള തുക പിരിച്ച ശേഷമാണ് ഈ പരിപാടി നടത്തിയതെന്ന് പലരും വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ പിരിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഓഫീസിലേക്കുള്ള യാത്ര ആ വഴിയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ ചെന്നാൽ എത്തിപ്പെടുന്നത് ഒരു ഒറ്റമുറിയുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഒരു ബോർഡ് മാത്രം ആ വഴിയിൽ കാണാൻ കഴിയുന്നത്. ഈ സ്ഥലമാണ് ഈ മുറിയുടെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ അടയാളമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മൃദംഗ വിഷൻ എന്ന ഒരു ബോർഡ് നമുക്ക് കാണാം. ആ ബോർഡിന് ഇപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഓഫീസ്. എതിർവശത്ത് തന്നെയുള്ള കാണുന്ന ഈ അടച്ചിട്ടിരിക്കുന്ന മുറിയാണ് മൃദംഗ വിഷന്റെ ഓഫീസ്. ഈ ഓഫീസിനുള്ളിലേക്ക്, ഈ കറുത്ത ഈ കണ്ണാടിക്കുള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ 2 മേശകളും 2 കസേരകളും ഇട്ടിരിക്കുന്ന ഒറ്റമുറി. അവിടുത്തെ ഭിത്തിയിലും ഈ മൃദംഗ വിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. മറുവശത്ത് ഒരു സർട്ടിഫിക്കറ്റ് കാണാം. അതൊരു പക്ഷേ ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഈ സ്ഥാപനങ്ങൾ ഒരു ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇത്രയധികം കുട്ടികളെ പങ്കെടുപ്പിച്ച് ഇത്ര വിപുലമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ ഓഫീസ്. ഈ ഒറ്റമുറി ഓഫീസിൽ നിന്നാണ്, ഈ കോംപ്ലക്സിന്റെ ഏറ്റവും പിൻവശത്തുള്ള ഈ മുറിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിനൊരു മാസിക ഉണ്ട് എന്ന് നമുക്ക് അവരുടെ ഇൻസ്റ്റാ പേജുകളിൽ നിന്നും മറ്റുമൊക്കെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ആർട്സ് മാഗസിൻ, കലാ മാസിക എന്ന രീതിയിൽ തന്നെയാണ് അവരതിനെ പറയുന്നത്. താരങ്ങളടക്കമുള്ളവരുടെ കവർ ചിത്രങ്ങളുമായി പുറത്തിറങ്ങുന്ന ഒരു മാഗസിനുമാണ്. മറ്റ് നൃത്ത മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിൽ, കലാമേഖലയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സമൂഹ മാധ്യമ അക്കൌണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് ഈ സ്ഥാപനത്തിന്റെ ഒരു ഭൗതിക സാഹചര്യം. നമുക്കറിയാം, 12,000 ആളുകളെ അണിനിരത്തി, ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ അടക്കം ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ അതിന് പര്യാപ്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങൾ പൊളിച്ച് എഴുതി പ്രത്യേകം സ്റ്റേജൊക്കെ നിർമ്മിച്ച് ആണ് ഈ പരിപാടി നടത്തിയതും. അത്തരത്തിൽ ഒരു ദീർഘമായ ആസൂത്രണത്തിനുള്ള ഒരു പരിചയസമ്പന്നത അവർക്കുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഓഫീസ് കാണുമ്പോൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നതും കേവലം ഒരുപക്ഷെ രജിസ്ട്രേഡ് ഓഫീസ്, ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു രജിസ്ട്രേഡ് ഓഫീസ് വേണം, അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലപ്പോഴും ഒരു വനിതാ ജീവനക്കാരി ഇവിടേക്ക് എത്താറുണ്ടെന്ന് അടുത്തുള്ള സ്ഥാപനങ്ങളിലെ ആളുകൾ പറയുന്നു. അവർ ഇവിടെ വന്നിരുന്ന് അല്പസമയമൊക്കെ ഇരുന്നിട്ട് ഇവിടുന്ന് പോകാറുണ്ട്. പിന്നെ നികേഷ് കുമാർ എന്ന ആളാണ് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. അയാളും ഈ മേപ്പാടിക്കാരൻ തന്നെയാണ് എന്നും ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നു. മറ്റ് ഈ സമീപ പ്രദേശങ്ങളിലുള്ള കടകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഈ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം ലഭ്യമല്ല എന്നാണ് നമുക്ക് ഈ ഓഫീസിൽ ആദ്യം എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഏറ്റവും പിന്നിലെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ഇടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒറ്റമുറിയുള്ള ഒരു കസേരയും മേശയും മാത്രം ഉള്ള ഒരു മുറിയാണ് ഈ സ്ഥാപനത്തിന്റെ ഓഫീസ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ടോം, തീർച്ചയായും അനീഷ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞൊരു തട്ടിക്കൂട്ട് സ്ഥാപനമാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം
ഇതുപോലെ കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ഒരു മെഗാ ഇവന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ഓഫീസ്, ഒരു ഒറ്റമുറി സ്ഥാപനം, അതും വയനാട് ജില്ലയിലെ ഒരു ഒറ്റമുറി ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നൊരു പ്രവർത്തിക്കുന്നൊരു ആൾക്കാരാണ്, ഒരു സ്ഥാപനമാണ് ഈ രീതിയിലുള്ള വലിയൊരു ഇവന്റ് സംഘടിപ്പിച്ചത്. വലിയ ആക്ഷേപം തന്നെ ഉയരുന്നുണ്ടല്ലോ ഇവർക്കെതിരെ. ഇതിനു മുൻപ് ഇതുപോലുള്ള മെഗാ ഇവന്റുകൾ സംഘടിപ്പിച്ച് പരിചയമുള്ളവരാണോ ഇവർ, അതോ വല്ല സാമ്പത്തിക തട്ടിപ്പായിരുന്നോ ഇവർക്ക് പിന്നിൽ? കാരണം കോടികൾ പണം പിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും അവർക്ക് പാസ് നൽകുന്നതിന് വേണ്ടി പോലും വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്നൊക്കെ ആക്ഷേപം ഉയരുന്നുണ്ടല്ലോ അനീഷേ. ഇവരെക്കുറിച്ച് സത്യത്തിൽ ഈ സ്ഥാപനത്തിന് സമീപത്തുള്ള ആർക്കും, മറ്റു കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥാപന ഉടമകൾക്കോ ഒന്നും കാര്യമായി അറിയില്ല എന്നാണ് അവർ പറയുന്നത്. വല്ലപ്പോഴും ഒരു വനിതാ ജീവനക്കാരി വന്നിരിക്കും, ചില ഫോൺ കോളുകളൊക്കെ നടത്തുന്നത് കാണാറുണ്ട്. അതിനപ്പുറം മറ്റ് ഇടപാടുകളൊന്നും ഇവിടെ നടക്കുന്നതായി കണ്ടിട്ടില്ല. ഇതിന്റെ നിഘോഷ് എന്ന ഉടമ, മാനേജിംഗ് ഡയറക്ടർ, വളരെ അപൂർവമായി ഇവിടേക്ക് വരാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് അല്ല ഇതെന്ന് നിശ്ചയമാണ്. നമുക്കറിയാം, ഈ കുട്ടികൾക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുക അല്ലെങ്കിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും വലിയ ആകർഷണമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം റെക്കോർഡുകൾക്ക് പുറകെ പോകുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുമുണ്ട്. അതുകൊണ്ട് ന്യായമായും ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം ലഭിക്കുന്നു, അവർക്ക് ഓരോ കുട്ടിക്കും ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ആകർഷണമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ഉമാ തോമസ് MLAക്ക് അപകടം നടന്ന ശേഷവും ആ പ്രോഗ്രാം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിനുള്ള വിശദീകരണമൊക്കെ ഇന്നലെ മാധ്യമപ്രവർത്തകർ അവരോട് ചോദിച്ചപ്പോൾ ഈ 50 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഇവന്റിൽ പങ്കെടുക്കാനുള്ള ആളുകൾ എത്തിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് പണം ചെലവാക്കിയാണ് ഈ ആളുകളൊക്കെ വന്നിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ മത്സരം മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ഈ ചടങ്ങ് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത് നടത്തപ്പെട്ടത് എന്നും പറയുന്നു. എന്തായാലും നമുക്ക് ഉറപ്പാണ്, ഒരു വലിയ വാണിജ്യ താല്പര്യം തന്നെയാണ് ഇത്തരത്തിലൊരു മെഗാ ചടങ്ങ് നടത്താൻ ഈ സ്ഥാപനത്തെ പ്രേരിപ്പിച്ചത്. സ്ഥാപനങ്ങളാവുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു വിലാസം വേണം. ആ വിലാസത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ തീർച്ചയായും കഴിയും. കാരണം ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഓഫീസ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോലും കഴിയാത്തവരാണോ ഇത്രയധികം വലിയ ഇവന്റുകളിൽ ആളുകളെ കണ്ടക്ട് ചെയ്യുന്നത്, ഇത്ര വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്, ഇത്രയധികം കുട്ടികളെ സംഘടിപ്പിക്കുന്നത്, ഇതുപോലെ മന്ത്രിമാരെയും MLAമാരെയും പോലുള്ള വലിയ വലിയ ആളുകളെ പങ്കെടുപ്പിക്കുന്നതെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഇവർക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ കലാപ്രസിദ്ധീകരണം തങ്ങളുടേതാണ് എന്നാണ് ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിന് പര്യാപ്തമായ സംവിധാനങ്ങളൊന്നും ഇവിടില്ല. അതൊക്കെ ഒരു പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്ത് ഇവിടെ നിന്നും പുറത്ത് ആളുകളെ കൊണ്ടോ ഒക്കെ ചെയ്യിക്കുന്ന ഓൺലൈൻ കാലമാണ്. ഒരു വിപുലമായ ഓഫീസൊന്നും വേണ്ട ഒരു സ്ഥാപനം തുടങ്ങാൻ. പക്ഷേ ഇത്ര വിപുലമായ പരിപാടികൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് പര്യാപ്തമായ ഒരു സംവിധാനം, അതിന് ശേഷിയുണ്ടെന്ന് ആളുകൾക്ക് തോന്നൽ പ്രകടമാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്തായാലും ഇല്ല. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഏറ്റവും പിന്നിലെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു മുറിയിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും വലിയ തോതിലുള്ള പണപ്പിരിവ് ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടോം, തീർച്ചയായും അത്തരം പല ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. MS അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും കൽപ്പറ്റയിലെ ഈ മൃദംഗ വിഷന്റെ അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വീണ്ടും. ഡാനി, അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യം പരിശോധിക്കണം. സാമ്പത്തികമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവർ കൃത്യമായ ലൈസൻസ് ഉണ്ടായിരുന്നോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസ് സ്വാഭാവികമായും പരിശോധിക്കുമായിരിക്കും. നിലവില് ഈ സംഘാടകരുമായി ബന്ധപ്പെട്ട ചില ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്?
ടോം, ഇതിൽ പോലീസ് സ്വീകരിച്ച നടപടി സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്യാൻ സ്വാഭാവികമായും വിളിക്കും. അതിൽ ഈ ഇവന്റ് കരാർ ചെയ്തിരിക്കുന്ന ഓസ്കാർ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാർ വിളിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മൃദംഗ വിഷന്റെ സാരഥികളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഈ മുഖ്യ സ്ഥാനങ്ങളിരിക്കുന്ന നികോഷ് കുമാർ അടക്കമുള്ള ആളുകളുണ്ട്. ഇവരിലേക്കെല്ലാം തന്നെ ഈ അന്വേഷണം എത്തേണ്ടതുണ്ട്. നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഈ ഒരു മെഗാ ഇവന്റ് കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ ഇത്ര കണ്ട് നടത്തുമ്പോൾ അത് ഈ വയനാട്ടിലെ ഒരു ചെറിയ ഒരു സ്ഥലത്ത് നിന്ന്, വയനാട്ടിൻ്റെ ഒരു ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് വന്ന് ഇവിടെ നിന്ന് ഈ പരിപാടി നടത്തണമെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒരു വിപുലമായ നെറ്റ്വർക്ക് കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 3-4 മാസമായി ഇവർ ഇതിന് പുറമേ തന്നെ വലിയ രീതിയിലൊരു സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടുകൂടി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. സിനിമാ താരങ്ങളടക്കം ഇതിനെ നൃത്തവുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളടക്കം ഇവർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗം, അത് മാർക്കറ്റിംഗ് അവരുടെ ഒരു രീതിയായിരിക്കാം, ശൈലിയായിരിക്കാം. പക്ഷേ അതിന് ഉറപ്പുവരുത്തേണ്ട സുരക്ഷാ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നൊരു സമ്പ്രദായം ഇതെല്ലാ കാര്യത്തിലുമുണ്ട്. ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിനൊരു വലിയ മാതൃകയുമാണ്. കാരണം ഇതിനകത്ത് തിങ്ങി നിറഞ്ഞ വലിയ ആരാധക കൂട്ടങ്ങളെ, വലിയ പുരുഷാരങ്ങളെ അടക്കം ഇവിടെ പോലീസ് സംവിധാനങ്ങളും അടക്കം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നതാണ്. അതിനിടയിലേക്കാണ് ഇങ്ങനെ ഒരു പരിപാടി അടക്കം വരികയും ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇതിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഉദ്ഘാടന വേദി ആദ്യം മറ്റു സ്ഥലത്ത്, അതായത് ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് അത് വളരെ പെട്ടെന്ന് ഇവിടേക്ക് മാറ്റുകയായിരുന്നു എന്നും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി അധികൃതർ അറിയിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒരു വീഴ്ചയായിട്ട് പറയുന്നത്. ഉദ്ഘാടന സ്ഥലം, അതായത് ഗ്രൗണ്ടിലായിരുന്നു അത് ക്രമീകരിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ, ഈ മുഴുവൻ മൈതാനവും വിട്ടുകൊടുക്കാൻ സാധ്യമല്ലാത്ത ഇതാണ്. കാരണം ഇതൊരു ഫുട്ബോൾ ടർഫാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ടർഫ് അങ്ങനെ വിട്ടുകൊടുക്കില്ല. അത് ഒഴിവാക്കിക്കൊണ്ടാണ് മറ്റ് ഇടങ്ങളിലാണ് ഇന്നലെ നർത്തകരെല്ലാം തന്നെ അണിനിരക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ സ്റ്റേജിൻ്റെ ഒരു മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിലെ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പ് ഇവർ നൽകിയ ഒരു അനുമതി അപേക്ഷാപത്രമുണ്ട്. അതിൽ നൽകിയിരിക്കുന്നത് ഈ വേദി സ്റ്റേഡിയമാണ് അവർ ഇതിനു വേണ്ടി എടുക്കുന്നത്, വാടകയ്ക്ക് എടുക്കും. ഇവിടെ മറ്റൊരു നിർമ്മാണത്തിന് വേണ്ടി ഒരു കാരണവശാലും അതിൽ ഒരു സ്ഥലത്ത് പോലും മറ്റൊരു നിർമ്മാണത്തിന് വേണ്ടി അനുമതി അവർ ചോദിച്ചിരുന്നില്ല. അങ്ങനെ ചോദിക്കാതെ തന്നെയാണ് ഈ ഒരു സ്റ്റേജ് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തത്. GCDA നൽകിയിട്ടുള്ള കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇവിടെ സ്റ്റേജ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അതിന് കൊച്ചി കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും എല്ലാം തന്നെ കൃത്യമായ അനുമതി വാങ്ങണമെന്ന് അതിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേജ് നിർമ്മാണം നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവരൊന്നും അനുമതി വാങ്ങിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. ഓർക്കുക, ഇതിൽ ഒരു മന്ത്രി ഉൾപ്പെടെ, MP ഉൾപ്പെടെ, MLA ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്നൊരു വലിയ വേദിയാണിത്. ഇങ്ങനെയൊരു ക്രമീകരണം ഇതിനകത്ത് ഏർപ്പെടുത്തി ഇതിനകത്ത് ഉണ്ടാക്കുന്നെങ്കിൽ അതിൽ എങ്ങനെയാണ് ഇവർക്കത് സാധ്യമായത്? എന്തുകൊണ്ട് അത് അനുമതി ചോദിക്കാതെ ഇത് നിർമ്മിക്കാൻ അവർക്ക് എങ്ങനെ ഒരു ധൈര്യം? അതുപോലെ ഇത് സർക്കാരിന്റെ പരിപാടിയാണ്, സർക്കാരിന്റെ അനുമതിയോടുകൂടി സർക്കാർ മേൽനോട്ടത്തിൽ നടത്തുന്ന പരിപാടിയാണ് ഇതെന്ന രീതിയിൽ ഈ സംഘാടകർ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന ചില ആരോപണങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഒരു ആരോപണം ഈ പങ്കെടുത്ത കുട്ടികളോ രക്ഷിതാക്കളോ ഉന്നയിക്കുന്നുണ്ടോ? ഇതിൽ ഉന്നയിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ രക്ഷിതാക്കൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഇത് ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം ഇതിനു മുൻപ് ഇത്രയും നർത്തകർ അണിനിരന്ന ഒരു വേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെക്കോർഡ് തമിഴ്നാടിൻ്റെതാണ്. ആ തമിഴ്നാടിനെ നമ്മൾ മറികടക്കുന്നു, കേരളം മറികടക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെ നേരത്തെ സംസാരിച്ച ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞതുപോലെ, ഇത് അങ്ങനെയെങ്കിൽ അതിന് തങ്ങളുടെ കുട്ടിയും അതേ ഭാഗഭാക്കാകുന്നു എന്ന രീതിയിലേക്ക് വന്നു. പക്ഷേ ഇത്തരം വേൾഡ് റെക്കോർഡ്, ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെയും ഔദ്യോഗികമായി ആരും എവിടെയും തന്നെ നടത്താറില്ല എന്നത് തന്നെയാണ്. അത് പ്രാഥമികമായി തന്നെ അത് വിശദാംശങ്ങൾ തേടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഔദ്യോഗികമായ ഒരു സ്ഥലത്തും വേൾഡ് റെക്കോർഡിന് വേണ്ടി അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് ഇത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാരോ ആരും തന്നെയും മുന്നിട്ടിറങ്ങി ഒന്നും തന്നെ ചെയ്യാറില്ല. ഇതെല്ലാം തന്നെയും ഇതിനിടയിൽ നിൽക്കുന്ന മീഡിയേറ്റേഴ്സിൻ്റെ ഒരു മത്സരം മാത്രമാണ് അത് സാധാരണഗതിയിൽ നടക്കുക. പക്ഷേ അത് കൃത്യമായി അത് മാർക്കറ്റ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് റെക്കോർഡ്, അത്തരം കാര്യങ്ങൾ, ഇതിനെല്ലാം തന്നെയും പുറകെ
പുറകെ പോകാൻ ഒരുപാട് ആളുകൾ തന്നെയുണ്ട് എന്നത്, അത് കൃത്യമായി അവർ യൂട്ടിലൈസ് ചെയ്തു എന്നത് തന്നെയാണ് ഇതിലുണ്ടാകുന്നത്. അങ്ങനെ ആ രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നലെയും പലരുടെ കയ്യിലും അത്തരം സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ പങ്കെടുക്കുന്നവർക്കെല്ലാം നൽകുന്നു. ഇവർക്കെല്ലാം തന്നെ അതൊരു വലിയൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ട് അവരത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. എന്തായാലും അത്തരം കാര്യങ്ങൾ സംബന്ധിയായി പോലീസ് കൂടി ഇതിന് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് ഇതിന് പിറകിലുണ്ടായിരുന്നത്? ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുന്നതിൽ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതിൽ ഏതെങ്കിലും രീതിയിൽ പണം തട്ടിപ്പ് അതും ലക്ഷ്യമിട്ടിരുന്നോ? എന്തായിരുന്നു ഇവർക്ക് അതിനുള്ള പിറകിലുള്ള താല്പര്യങ്ങൾ? അത് അന്വേഷിക്കുന്നു. ഒപ്പം നേരത്തെ അനീഷ് പരിചയപ്പെടുത്തിയതുപോലെ ഇവിടുത്തെ അത്തരം ഒരു ഓഫീസ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇത് വിപുലമായി ഈ രീതിയിലേക്ക് വലിയ സംഘാടനത്തോടെ വലിയ സ്പോൺസർഷിപ്പോടെ ഇത്തരം കാര്യങ്ങൾ നടമാടുവാൻ ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? മുൻകാലങ്ങളിൽ ഇവർക്കുണ്ടായ ഒരു പരിചയം എന്താണ്? ഇതെല്ലാം അവർ പരിശോധിച്ച് വരികയാണ്. എന്തായാലും പോലീസിൻ്റേതടക്കമുള്ള പരിശോധനകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. അതിനർത്ഥം വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് എന്നതാണ്. ഇതിലെ ഈ സുരക്ഷാ വീഴ്ച എന്നത് ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ അതോടൊപ്പം തന്നെയാണ് ഈ സംഘാടകർ എന്തായിരുന്നു ഇതുകൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്, ഏത് രീതിയിലാണ്? കാരണം പലരും പറഞ്ഞതുപോലെ ഏതാണ്ട് 12,600-ലധികം പേരാണ് ഇവിടെ പങ്കെടുക്കാനെത്തിയത്. ഓരോരുത്തരിൽ നിന്നായി 3,000 മുതൽ 5,000 രൂപ വരെ തുക ഈടാക്കിയതായി പറയുന്നുണ്ട്. ഇതിനകത്തേക്ക് ഈ കുട്ടികൾക്കൊപ്പം വന്നിരുന്ന മാതാപിതാക്കൾക്ക് ഇതിനകത്തേക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. അത് 2 രീതിയിലുള്ളതാണ്. ഒന്ന് 199 രൂപ, മറ്റൊന്ന് 299 രൂപ എന്ന രീതിയിലുള്ള ക്രമീകരണം, 2 രീതിയിലുള്ളൊരു ടിക്കറ്റ് നിരക്ക്, അങ്ങനെ ഒരു ഫെയർ കൂടി ഏർപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ രീതിയിലും ഇതൊരു പണപ്പിരിവിൻ്റെ ഒരു ഇടമാക്കി അത് മാറ്റിയെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ എന്താണ്? തീർത്തും ഇതിൻ്റെ പേരിൽ എന്താണ് പിറകിൽ? സാമ്പത്തിക ലാഭം തന്നെയായിരുന്നു ലക്ഷ്യമെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. വിശദമായ പരിശോധന ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പോലീസ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് വിഷയത്തെ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ അപകടം ഉണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അതിനിടെ സംഘാടകർക്ക് ഉണ്ടായ പിഴവാണ്, വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണമായതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നുണ്ട്. ഈ സംഘാടകരെ വയനാട് കേന്ദ്രീകരിച്ചുള്ള മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. ഇവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്.